ഹായ് മക്കളെ, ഇന്നലെ നീറ്റിൻ്റെ റിസൾട്ട് വന്നു. കേരളത്തിലെ 1ാം റാങ്ക് വാങ്ങിയ വിദ്യാർത്ഥി പോലും ഓൾ ഇന്ത്യയിൽ 100 റാങ്കിനേക്കാളും താഴെയാണ്. എന്നിരുന്നാലും കേരളത്തിലെ ആദ്യത്തെ 1500 1800 വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ ഗവൺമെൻറ് MBBS മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് റിപ്പീറ്റ് ചെയ്യുന്നത് ബുദ്ധിയാണോ, 2026 ഞാൻ ഒന്നുകൂടെ എൻട്രൻസിന് ട്രൈ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളായിരിക്കും ഇപ്പോൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളൊക്കെ കഴിഞ്ഞ നീറ്റ് പരീക്ഷ എഴുതിയവരും എന്നാൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റിൽ ഒരു ആശങ്കയുള്ളവരും പ്രതീക്ഷയില്ലാത്തവരുമായിരിക്കും നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും ചിലപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൻ്റെ കീഴിൽ CM അക്കാഡമിയുടെ കീഴിൽ ഒരു റിപ്പീറ്റ് ചെയ്യുന്നത്, ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നത് ബുദ്ധിയാണോ എന്ന തംബ്നെയിലിൽ ഒരു വീഡിയോ വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ബുദ്ധിയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വാടാ എന്ന് ഞാൻ പറയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? എന്നാൽ എൻ്റെ ഡയലോഗ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങളൊന്ന് മാനസികമായി ഉൾക്കൊണ്ട് അനലൈസ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നീ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. പൊന്നുമക്കളെ, കഴിഞ്ഞ വർഷത്ത് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യണം. നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. അതല്ലാതെ കഴിഞ്ഞ വർഷത്തെ നീറ്റ് പരീക്ഷ ടഫായിരുന്നോ, കാൽക്കുലേഷൻസ് 1 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണോ, ഔട്ട് ഓഫ് NCERT കണ്ടൻറ്റുകൾ നമ്മളിനി പഠിക്കേണ്ടതുണ്ടോ എന്നൊന്നുമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ എടുത്ത എഫേർട്ട് നിങ്ങളുടെ മാക്സിമം ആണോ? നിങ്ങൾക്ക് ഇനി അതിനപ്പുറത്തേക്കൊന്നും എടുക്കാനില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ. പൊന്നുമക്കളെ, നിങ്ങളെടുത്ത എഫേർട്ട് നിങ്ങളുടെ മാക്സിമം ആണെങ്കിൽ, നിങ്ങൾക്ക് എൻട്രൻസ് ലഭിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ, അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ബൈ ബർത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ കഴിഞ്ഞ നീറ്റ് നിങ്ങൾക്ക് ലഭിക്കും. കാരണം അത് എത്ര ടഫാണെങ്കിലും എല്ലാ വിദ്യാർത്ഥികൾക്കും ടഫാണ്. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ മുന്നിലേക്ക് കയറി വരിക തന്നെ ചെയ്യും. എന്നാൽ ചില വിദ്യാർത്ഥികളുണ്ടാകും, സാറേ ലാസ്റ്റ് ടൈമിലെ ഞങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ ഗംഭീരമായിരുന്നു, ആ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ്റെ സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് പ്രതീക്ഷിച്ചതാണ്, ആശിച്ചതാണ്, ആദ്യം മുതൽ തന്നെ, കൊല്ലത്തിൻ്റെ തുടക്കം മുതൽ തന്നെ, ജൂൺ മുതൽ ഈ ഒരു പരിപാടി ഇത്രയും സ്ട്രോങ് ആയി ഇൻറ്റൻസീവായിട്ടൊന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയിരുന്നു. അതിനർത്ഥം പൊന്നുമക്കളെ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമ്മുടെ ഗ്രാഫ് ഒന്ന് ചെറുതായി ഡൗൺ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആ ഗ്രാഫ് ഡൗൺ ആവാത്തവർക്കാർക്കും എക്സാമിൻ്റെ ആ നിയറസ്റ്റ് മന്തുകളിൽ ഒരിക്കലും ഒരു റിഗ്രഷൻ ഉണ്ടാവില്ല. എക്സാമിനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഒരു കുറ്റബോധം ഉണ്ടാവില്ല. എന്നാൽ ചിലരുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കില്ല, സാറേ കുറ്റബോധമില്ല, പക്ഷേ +1 +2 പഠിച്ച സമയത്ത് എൻട്രൻസിന് ഇത്രയും പഠിക്കാനുണ്ടെന്നോ അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ ഒരു നാക്ക് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ആദ്യത്തെ ഒരു 5-6 മാസ സമയം ഞങ്ങൾ കഠിന പരിശ്രമം കൊണ്ട് എൻട്രൻസ് എന്താണ്, എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യേണ്ടത്, എത്രമാത്രം NCERT സ്റ്റിക്ക് ഓൺ ചെയ്താണ് പഠിക്കേണ്ടത് എന്നെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഞങ്ങളുടെ പ്രിപ്പറേഷനിൽ ഞങ്ങൾ കാര്യമായ മാറ്റങ്ങൾ വരുത്തി. പക്ഷെ അപ്പോഴേക്ക് സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. +1 +2 ഞങ്ങൾ അതിൻ്റെ ആ ടൈമിൽ തന്നെ നോക്കി പോവാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. ഇങ്ങനെ 3 വിധം വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുക. പൊന്നുമക്കളെ, ഞാൻ എൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് സാർ, ഇനി എനിക്കിതിലൊന്നും അറിയാൻ ബാക്കിയില്ല, ഇനി എൻ്റെ കഴിവ് കേടുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻട്രൻസ് നഷ്ടപ്പെട്ടത്, ഇനി ഇതിനപ്പുറത്തേക്ക് എനിക്ക് നന്നാക്കാനില്ല, കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് നിൻ്റെ തോന്നലെങ്കിൽ ഒരിക്കലും നീ റിപ്പീറ്റ് ചെയ്യരുത്. നീ റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം അത്ഭുതങ്ങൾ ഈ ഫീൽഡിൽ നടക്കാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. അപ്പോൾ അതിനർത്ഥം നീ എൻട്രൻസിന് ഫിറ്റ് അല്ല എന്നോ, നീ പാർശ്വവൽക്കരിക്കപ്പെടേണ്ടതാണെന്നോ, നീ സൈഡിലേക്ക് മാറി നിൽക്കുന്നോ അല്ല. നിൻ്റെ ലൈഫ് എൻട്രൻസ് ലഭിച്ചിട്ട് കളറാകുന്നതിനേക്കാൾ കളറാകുന്ന മറ്റൊരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റഡ് ആണ്. നീ നിൻ്റെ വഴിയിലേക്കൊന്ന് മാറി സഞ്ചരിക്കുക എന്ന് മാത്രമേ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ നീ ഒരു മോശക്കാരനാണ് അങ്ങനെയില്ല. എൻട്രൻസ് കിട്ടുന്ന ആൾ ലോകത്തെ എല്ലാ കഴിവും തികഞ്ഞവനാണ് എന്നും നമുക്ക് അഭിപ്രായമില്ല. അവൻ എൻട്രൻസ് എഴുതാനും അതിൽ നല്ലൊരു സീറ്റ് വാങ്ങാനുള്ള കഴിവുണ്ട്, അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കണം. എന്നാൽ അത് കിട്ടില്ല, ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാം മാക്സിമം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്, ഇനി എന്നെക്കൊണ്ട് അത് നടക്കില്ല എന്നാണെങ്കിൽ പൊന്നുമക്കളെ, നിനക്കതിലും വലിയ മറ്റെന്തോ ചാൻസ് അവിടെ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. 1 വർഷം നിങ്ങളെടുത്ത എഫേർട്ട് ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല, ഒരിക്കലും വേസ്റ്റ് ആവില്ല. അത് അതിനേക്കാൾ സുന്ദരമായ മറ്റൊരു ഫ്യൂച്ചറിലേക്ക് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. വെയിറ്റ് ആൻഡ് സീ. അതിനുവേണ്ടി കാത്തിരിക്കുക, ലൈഫ് കളറാക്കുക. ഇനി ഞാൻ പറയുന്ന 2 വിഭാഗം നിർബന്ധമായും റിപ്പീറ്റ് ചെയ്യണം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സാറേ ലാസ്റ്റ് ടൈമിലുള്ള പ്രിപ്പറേഷൻ സമയത്തൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇതിന് മുമ്പ് നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് നിലവിലും തോന്നിക്കൊണ്ടിരിക്കുന്നവർ നിർബന്ധമായും റിപ്പീറ്റ് ചെയ്യണം.
രണ്ടാമത്തെ ഒരു വിഭാഗം, സാറേ ഞങ്ങൾ ട്രാക്കിലേക്ക് എത്താൻ സമയമായിട്ടുണ്ടായിരുന്നു, 4-5 മാസം കൊണ്ടാണ് ഞങ്ങളൊന്ന് ട്രാക്കിലേക്ക് എത്തിയത്, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ ഉഷാറാക്കിയിട്ടുണ്ട്, പക്ഷെ അപ്പോഴേക്ക് സമയം കഴിഞ്ഞുപോയി എന്നുള്ള അഭിപ്രായക്കാരും റിപ്പീറ്റ് ചെയ്യണം. പൊന്നുമക്കളെ, റിപ്പീറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണ് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഒന്ന്, കാലങ്ങളായി നമ്മൾ കണ്ട കിനാവിനെ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല. MBBS ആണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ ആ സ്വപ്നത്തെ മാറ്റിവെച്ച് നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റൊരു കോഴ്സിലേക്ക് പോയി ആ ഒരു ബുദ്ധിമുട്ട്, മാനസികമായ വിഷമം പേറി നടക്കേണ്ടി വരില്ല. റിപ്പീറ്റ് എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഉൾക്കൊള്ളണേ, കൃത്യമായി പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളണേ. നന്നായി മാനസികമായി കിനാവ് കണ്ടവർ, ഒരിക്കലും MBBS അല്ലാത്ത മറ്റൊരു കോഴ്സിനെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തവർ, ഞങ്ങളുടെ എഫേർട്ട് മുഴുവനായി എടുത്ത് തീർന്നിട്ടില്ല എന്ന് ചിന്തിക്കുന്നവർ നിർബന്ധമായും റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾക്കതൊരിക്കലും ഒരു നഷ്ടമായിരിക്കില്ല. രണ്ടാമത്തെ ഗുണം എന്താണ്? റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എൻട്രൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ മുഖ്യധാരയിലുള്ള ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളുടെയൊക്കെ റിസൾട്ട് എടുത്ത് നോക്ക്, വിദ്യാർത്ഥികളെ പരിചയമുണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്ക്. നല്ലൊരു ശതമാനം റിപ്പീറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല മാർക്ക് വാങ്ങി, നല്ല റാങ്ക് വാങ്ങിയിട്ട് പല മെഡിക്കൽ കോളേജുകളിലും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എൻട്രൻസ് കിട്ടാനുള്ളതിനേക്കാൾ കൂടുതൽ സാധ്യത അടുത്ത വർഷം എൻട്രൻസ് കിട്ടാനുണ്ട്. കാരണം നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിൽ നിന്നല്ല. കഴിഞ്ഞ വർഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 0-യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു 10-ന്നോ 20-ന്നോ ഒക്കെയാണ്. അതൊരു 60-ൽ നിന്നോ 80-ൽ നിന്നൊക്കെയാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ബക്കറ്റ് ഇങ്ങനെ നിറക്കുന്ന പോലെയാണ്. ഓൾറെഡി നമ്മളിപ്പോൾ ഒരു 70-80% നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ ബാക്കിയുള്ള 20-30% നിറഞ്ഞില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ആ ബക്കറ്റിലെ വെള്ളം തട്ടിക്കളയുന്നതിന് ഈക്വലാണ്. നിങ്ങൾ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ മനംമടുപ്പ് കാരണം നിങ്ങളൊന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ. പിന്നെ ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നമ്മളുടെ ഒരു അസുഖം വന്ന് ഡോക്ടറെ അടുത്തേക്ക് പോയാൽ, ഒരു MBBS ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് അസുഖം, എന്ത് പറ്റി, എന്തിനാ വന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഡോക്ടർ, നിങ്ങൾ എത്ര വർഷം റിപ്പീറ്റ് ചെയ്തു എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. 2-3 വർഷം റിപ്പീറ്റ് ചെയ്താലും എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ നാടോ നാട്ടുകാരോ വീടോ വീട്ടുകാരോ പിന്നെ നിന്നോട് എത്ര വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാടാ നീയൊക്കെ ഡോക്ടറായി എന്നൊന്നും ഒരു മനുഷ്യൻ ചോദിക്കാൻ പോകുന്നില്ല. വൺസ് ഡോക്ടർ ഓൾവേസ് ഡോക്ടർ. അതിൻ്റെ ഒരു ഗ്ലാമർ നിലവിൽ ഇപ്പോഴും പോയിട്ടില്ല. ഞാനൊരു 25-30 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള കഥയല്ല പറയണേ. നമ്മുടെ ആധുനിക ലോകത്ത് നിലവിൽ ആൻഡ് പ്രസൻറ്റ് MBBS എന്ന കോഴ്സിൻ്റെ ഗ്ലാമർ ഇപ്പോഴും വേറെ തന്നെയാണ്. അതുകൊണ്ട് പൊന്നുമക്കളെ, നിങ്ങൾ അതിനു വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ മറ്റൊരു അഭിപ്രായം. മൂന്നാമത്, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതൊരു ഉപദേശമാണ്. ഒരിക്കലും വീണ്ടും 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 ചെയ്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നതിനപ്പുറത്തേക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായി പാലിക്കേണ്ട മറ്റൊരു കാര്യം. അതായത് നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാലും ഉറപ്പായും ആൻസർ കിട്ടും എന്നുറപ്പുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ടാകും. ചിലർക്ക് ഇഷ്ടപ്പെട്ട ചില ചാപ്റ്റേഴ്സ്. പഠിക്കുന്ന കാലത്ത് എനിക്ക് ഇക്വിലിബ്രിയം ഭയങ്കര ഇഷ്ടമായിരുന്നു, സ്ട്രക്ചർ ഓഫ് ആറ്റം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ നിന്ന് എങ്ങനെ തലകുത്തി ചോദ്യം ചോദിച്ചാലും ഞാൻ ആൻസർ പറയുമായിരുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഞാൻ അരച്ച് കലക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ ചാപ്റ്ററുകൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്ററുകൾ വീണ്ടും വീണ്ടും പഠിക്കുക എന്നതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. പക്ഷെ അത് തെറ്റാണ്. നിങ്ങൾക്ക് ഈസി, മീഡിയം, ഡിഫിക്കൽട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ അറിയണം. നിങ്ങൾ ഇതുവരെ പഠിച്ച ചാപ്റ്ററുകളിൽ ഏറ്റവും ഈസി ആയത്, മീഡിയം ലെവലിൽ മനസ്സിലായത്, ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് ഡിഫിക്കൽട്ടിനെ മീഡിയത്തിലേക്കും പിന്നീട് അത് ഈസിയിലേക്കും എത്തിക്കാൻ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്രോച്ച് നിങ്ങൾ കീപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് നിങ്ങൾ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്ന ചാപ്റ്ററുകളിലായിരിക്കണം. ഒരിക്കലും ഈസിയായ ചാപ്റ്ററുകളുടെ പിന്നാലെ വീണ്ടും വീണ്ടും കൂടുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് പൊന്നുമക്കളെ, റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പേഴ്സണലൈസ്ഡ് പ്രൊഫഷണലിസം കാണിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കുന്ന സമയത്ത് അതിന് കുറേ പോരായ്മകളുണ്ട്, കുറേ പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പേഴ്സണലൈസ്ഡ് പ്രൊഫഷണൽ അപ്രോച്ച് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റിയാൽ അത് ഒരുപാട് മുതൽക്കൂട്ടായിരിക്കും. ഞാൻ ഇത്ര നേരം സംസാരിച്ചത് നിങ്ങൾ മറ്റൊരു കോഴ്സിന് പോകുന്നതാണോ റിപ്പീറ്റ് ചെയ്യുന്നതാണോ നല്ലത് എന്നതിനെക്കുറിച്ച് മാത്രമാണ്. ഒരിക്കലും CM അക്കാഡമിയിൽ റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത്. പക്ഷേ ഇനി ഞാൻ സംസാരിക്കുന്നത് CM അക്കാഡമിയിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് മാത്രമാണ്. പൊന്നുമക്കളെ, 350+ മാർക്ക് നീറ്റിന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടാകും. വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾക്കൊന്ന് ക്ലാസ്സിലിരുന്ന് സെറ്റാക്കണം എന്നുണ്ടാകും. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും റെഗുലർലി എക്സാമുകൾ അങ്ങനെ കണ്ടക്ട് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അതിന് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കൃത്യമായി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. 530-40+ മാർക്ക് ഈ വർഷം
വിദ്യാഭ്യാസം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിനക്ക് MBBS കിട്ടൂലേ മോനെ? ഉറപ്പായിട്ടും കിട്ടും, ഉറപ്പായും കിട്ടും. അപ്പോൾ ആ മാർക്കിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അതിനേക്കാളും ഒരു 50-60 മാർക്ക് കൂട്ടി വാങ്ങാൻ പോലും നിനക്ക് എന്തുമാത്രം ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ നീ ഒന്ന് ചിന്തിച്ച് നോക്കി. 720-ൽ 150 മാർക്ക് ഒരുത്തന് കിട്ടിയില്ലെങ്കിൽ പോലും, 150 മാർക്ക് ഒരുത്തന് കിട്ടിയില്ലെങ്കിൽ പോലും അവന് കേരളത്തിൽ എൻട്രൻസ് ലഭിക്കും. അപ്പോൾ കഴിഞ്ഞ തവണത്തെ നിങ്ങളുടെ ബയോളജിയുടെ എക്സാമിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? എക്സാം ടഫല്ല, പക്ഷെ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. നിങ്ങളപ്പോൾ ഏതു ഭാഗത്താണ് ശ്രദ്ധിക്കാനുള്ളത്? നിങ്ങളുടെ കണ്ടന്റ് ക്രിയേഷനിലാണോ? ഇനി കൂടുതൽ കണ്ടന്റ് ബിൽഡപ്പ് ചെയ്യുക എന്നതിലാണോ? ഒരിക്കലുമല്ല. ഉള്ള കണ്ടന്റിനെ വളരെ മിനിമൽ ടൈമിനുള്ളിൽ നിങ്ങളുടെ ആൻസറിലേക്ക് ബ്ലിങ്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഭാഗത്താണ് നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ നോട്ട്ബുക്ക് തുറന്നു വെച്ചുള്ള പഠനമാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. കൂടുതൽ ക്വസ്റ്റ്യൻസ് ടൈം ബൗണ്ടഡ് ആയിട്ട് വായിക്കാൻ പഠിക്കണം, ചെയ്യാൻ പഠിക്കണം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ഒരു ക്വസ്റ്റ്യനെ വായിക്കാനുണ്ട്. നമ്മൾ ആദ്യം കണ്ണുകൊണ്ട് വായിക്കുമ്പോൾ, ചിലപ്പോൾ നിങ്ങളൊക്കെ പത്രം വായിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ആദ്യം നമ്മൾ കണ്ണുകൊണ്ടൊന്നും ഇങ്ങനെ വായിച്ചിട്ട് ഇപ്പോൾ വായിച്ചത് എന്താണെന്ന് അറിയാൻ പിന്നെ ഒന്നുകൂടെ വായിക്കും. അതെന്താ? രണ്ടാം തവണ നമ്മൾ മനസ്സുകൊണ്ടാണ് വായിക്കണേ. അപ്പോൾ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ക്വസ്റ്റ്യൻ വായിക്കേണ്ടത് കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ഒരുമിച്ചായിരിക്കണം. നിങ്ങളത് ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരു തവണ വായിക്കുന്നു, രണ്ടാം തവണ വായിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാൻ വീണ്ടും ഒരിക്കൽ കൂടി വായിക്കുന്നു എന്നതൊന്നും നിങ്ങളുടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള നീറ്റ് പരീക്ഷയിൽ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഏരിയ അതല്ലേടാ. നിങ്ങളുടെ ടൈം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആ ടൈം ബൗണ്ടഡ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളിടത്തല്ലേ നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ 90-ൽ ഒരു 80 ക്വസ്റ്റ്യൻ 90-ൽ 90 വാങ്ങിയ ബെസ്റ്റ്. 90-ൽ 80 ക്വസ്റ്റ്യൻ വാങ്ങാൻ പറ്റിയാൽ പോലും ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും നിങ്ങൾ ഓൾമോസ്റ്റ് 25-നും 30-നും ഇടയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിച്ചാൽ പൊന്നുമക്കളെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം കഴിഞ്ഞ നീറ്റ് പോലത്തെ ടഫ്നെസ് അടുത്ത വർഷത്തെ നീറ്റിനും നിലനിർത്താൻ പറ്റിയാൽ പോലും, ആണ് ഞാൻ പറയണേ. അത് നിലനിർത്തിയില്ലെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ ഈ ടൈപ്പ് ഓഫ് ഒരു അപ്രോച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അതായത് ഒരു ദിവസം നിങ്ങൾക്കൊരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ തരും. ഞങ്ങളുടെ ഓഫ്ലൈൻ വിദ്യാർത്ഥികളെ മാത്രമാണ് ഞങ്ങൾ ഈ T&D ബാച്ച് അനൗൺസ് ചെയ്യുന്നത്. ഒരിക്കലും ഞങ്ങൾക്ക് ഓൺലൈനിൽ ഇങ്ങനെ ഒരു ബാച്ച് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നില്ല. ബിക്കോസ് അതിൻ്റെ ഗുണം 0 ആയതുകൊണ്ടാണ്. വെരി പേഴ്സണലി ഞാൻ നിങ്ങളോട് പറയാണ്, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഓൺലൈനിലാണെങ്കിലും നിങ്ങളും ഞാനും ചിലപ്പോൾ മുമ്പ് കണ്ടിട്ടുള്ളതും CM അക്കാഡമിയെ പരിചയപ്പെട്ടിട്ടുള്ളതും എല്ലാം ഓൺലൈനാണെങ്കിലും പൊന്നുമക്കളെ ഒരു വർഷം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയോ റീറിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഓഫ്ലൈനായി തന്നെ പഠിക്കണേ. ഇനി റിസ്ക് എടുക്കല്ലേ പൊന്നുമോനെ. അതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് ഓഫ്ലൈനായി വന്ന് പഠിക്കാനുള്ള മനസ്സ് നീ ആദ്യം കാണിക്കുക. നീ ഇപ്പം എടുക്കുന്ന തീരുമാനം നിൻ്റെ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരിക്കും. ഒളിച്ചോടരുത്. ഒളിച്ചോടാനായിരിക്കാം പറ്റാത്തത്, തോൽക്കാനായിരിക്കാം പറ്റാത്തത്, നിന്നു കൊടുക്കാനായിരിക്കാം പറ്റാത്തത്, ഒഴുക്കിനനുസരിച്ച് നീന്താനായിരിക്കാം പറ്റാത്തത്, ഒഴുക്കിനെതിരെ നീന്താനും കുതിച്ചു പൊങ്ങി ചാടാനും മുന്നോട്ടായാനും 1-ാം സ്ഥാനം എത്താനും നമ്മൾ പണിയെടുത്തേ പറ്റൂ. നാട്ടുകാർ നമ്മളെങ്ങനെ പൊക്കി എറിഞ്ഞ് 1-ാം സ്ഥാനത്തേക്ക് വലിച്ചെറിഞ്ഞ് തരില്ല. നീ തന്നെ പണിയെടുക്കണം. ആ പണിയെടുക്കാനുള്ള മനസ്സില്ലാത്തവർ പലതും പറയും. കിട്ടണ കോഴ്സിന് പോയേക്കാം, ഇനി ഒരു വർഷം റീറിപ്പീറ്റ് ചെയ്യാനാവില്ല, പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ. പിന്നെ അതൊക്കെ പറയാൻ ധൈര്യം തരാൻ കൂട്ടുകാരും കുടുംബക്കാരും ഇഷ്ടം പോലെ ഉണ്ടാകും. അവരൊക്കെ പറയും ഒരു കൊല്ലം നമ്മൾ പഠിച്ചില്ല, ഒരു കൊല്ലം പഠിച്ചില്ല, ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് നോക്കാൻ ഇപ്പോൾ കിട്ടണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ എല്ലാം ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു, നിനക്ക് പറ്റുമെന്ന്, നിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നീ ഇതുവരെ എടുത്ത് കഴിഞ്ഞിട്ടില്ല എന്ന്, അല്ലെങ്കിൽ ആ ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ മാത്രമുള്ള പൊട്ടൻഷ്യൽ എനിക്ക് ഉള്ളിൽ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, ഒരു ട്രഷർ അവിടെയുണ്ട്, ഒരു നിധിയുണ്ട്, അത് ഞാൻ പുറത്തേക്ക് എടുക്കുമെന്നും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മടി മാറ്റി വെക്ക് മോനെ. നീ മടി മാറ്റി വെക്ക്, എന്നിട്ട് ഉണർന്ന് ചിന്തിക്ക്. നീ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം എൻ്റെ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരിക്കും. ഞാൻ നിനക്ക് വാക്ക് തരാം. അപ്പോൾ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ തരുന്നു. നിങ്ങൾ ഞങ്ങളുടെ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? പേഴ്സണലായി ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ലെവൽ 2 ടൈപ്പ് ഓഫ് എക്സാം അന്നേ ദിവസം തന്നെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നു. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് മാർക്ക് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നു. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും സമയം, അത് പലർക്കും പല രൂപത്തിലായിരിക്കും, അത്രയും ക്വസ്റ്റ്യൻസ് ഞങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് ആ ചാപ്റ്ററിനെ പെർഫെക്റ്റ് ആക്കിയിട്ട് എടുത്ത് മാറ്റിവെക്കുന്നു. ആവശ്യമുള്ള ചാപ്റ്ററുകൾക്ക് മാത്രം ക്ലാസ്സിലിരിക്കാൻ അതിനും ഫെസിലിറ്റി ഉണ്ട്. റയോപ്റ്റിക്സ് അറിയില്ല സാർ, റയോപ്റ്റിക്സ് മാത്രമായിട്ടിരിക്കും. ജെനറ്റിക്സ് കിട്ടിയാൽ കൊള്ളാം, ജെനറ്റിക്സ് മാത്രമായിട്ടിരിക്കും. അതിനെല്ലാം ഫെസിലിറ്റി ഉണ്ട്. എങ്ങനെ വന്നാലും ഒരു ഡിസംബർ ആകുമ്പോഴേക്ക് ഫുൾ ടോപ്പിക്കിൽ നിന്നും 3 തവണ റിവിഷൻ തീർത്ത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ജനുവരി മുതൽ
എല്ലാ ദിവസവും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നീറ്റ് ഓർ JEE എക്സാംസ്, മോഡൽ എക്സാംസ് ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ഭംഗി എത്രയായിരിക്കും. അങ്ങനെ എല്ലാ എക്സാമുകളിലും ഈ പറഞ്ഞ പോലെ ഒരു ഔട്ട് ഓഫ് 720 നല്ലൊരു ലെവൽ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ തന്നെ 600+ മാർക്ക് നിനക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയാണ് നീറ്റ് പരീക്ഷ വരുമ്പോൾ നിൻ്റെ മാർക്ക് ഡൗൺ ആവുക? ഒരിക്കലുമില്ല. നല്ല മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റും. പൊന്നുമോനെ, ഡൽഹി എയിംസിൽ പഠിക്കുന്നതിന് കിനാവ് കാണുക, അതിനുവേണ്ടി പണിയെടുക്കുക, എത്താൻ പറ്റിയതിലെ മാക്സിമത്തിലേക്ക് എത്താനുള്ള ഫുൾ എഫേർട്ട് എടുക്കുക. റിസൾട്ട് തിരിഞ്ഞു നോക്കരുത്. റിസൾട്ട് വരുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് നോക്കരുത്. നമ്മളോട് പണിയെടുക്കാനേ പറഞ്ഞുള്ളൂ. പണിയെടുക്കുക, റിസൾട്ട് വന്നോളും. അല്ലെങ്കിൽ നിൻ്റെ കാര്യത്തിൽ നിന്നെക്കാൾ അറിവുള്ള ദൈവത്തിന് അതിലൊരു തീരുമാനം ഉണ്ടായേക്കും. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ, എടുത്തുകൊണ്ടേയിരിക്കുക, വർക്ക് എടുത്തുകൊണ്ടേയിരിക്കുക. ഈ പറഞ്ഞ T&D ബാച്ച് ഞങ്ങൾ 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാനിരുന്നത് പല വിദ്യാർത്ഥികളുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മളത് നീറ്റിൻ്റെ റിസൾട്ടിന് ശേഷം ഇന്ന് പോസ്റ്റ്പോൺ ചെയ്തിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് സീറ്റ് ഒന്ന് ബുക്ക് ചെയ്ത് വെച്ചേക്കുക. 30,000 റുപ്പീസാണ് അതിൻ്റെ ഒരു വർഷത്തേക്കുള്ള കോഴ്സ് ഫീ. അതിലെല്ലാ മെറ്റീരിയൽസും മറ്റു എല്ലാ കിടുതാപ്പുകളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. 400+ നിങ്ങൾക്ക് നീറ്റിന് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് 20,000 റുപ്പീസിന് നിങ്ങൾക്ക് ആ ഫീസ് ആ കോഴ്സ് അവൈലബിൾ ആണ്. ഹോസ്റ്റൽ ഫീ ഒരു മാസം 9,000 റുപ്പീസാണ്. ഞാൻ വളരെ പേഴ്സണലി കണ്ടക്ട് ചെയ്യുന്ന ബാച്ചാണ്. വിച്ച് മീൻസ് അതിൻ്റെ ബാച്ച് കോർഡിനേഷൻസ് എല്ലാം കംപ്ലീറ്റ്ലി എൻ്റെ വ്യക്തിപരമായ അണ്ടറിലായിരിക്കും. നമുക്ക് ബാക്കി നേരിട്ട് സംസാരിക്കാം. താല്പര്യമുള്ളവർ എന്നെ ഒന്ന് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞുതരും. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും ആശങ്കകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾ സ്വീകരിക്കും. നേരിട്ട് കാണാം. താങ്ക് യു.